നമസ്കാരം. ഇന്ന് പപ്പടം കൊണ്ടുള്ള സമോസയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 4 പപ്പടം എടുത്തിട്ടുണ്ട്. ഓരോ പപ്പടവും മടക്കി രണ്ടാക്കി മുറിച്ചെടുക്കാം. കത്തിയോ കത്രികയോ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മൈദ 1/2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. പപ്പടക്കോൺ നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഉപയോഗിച്ച് നമുക്ക് പപ്പടം ഒട്ടിച്ചെടുക്കാവുന്നതാണ്. മൈദലായനി ഉപയോഗിച്ചാൽ ഒരു കാരണവശാലും അത് എണ്ണയിലിടുമ്പോൾ അടർന്നു വരില്ല. ഇങ്ങനെ ഓരോരോ പപ്പടവും കോണുകളാക്കി ഉണ്ടാക്കിയെടുക്കുക. 4 പപ്പടത്തിൽ നിന്ന് 8 സമോസ കോൺ നമുക്ക് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കണം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാള, ക്യാപ്സിക്കം, ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇളക്കുക. മഞ്ഞൾപ്പൊടിയും ഇടാൻ മറക്കണ്ട. അതിനുശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തതും ആവാം, ഉടച്ചെടുത്തതും ആവാം. 4 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും വെള്ളം ചേർക്കരുത്. നന്നായി തന്നെ മിക്സ് ചെയ്യുക. തണുത്തതിന് ശേഷം ഓരോ പപ്പടക്കോണിലും 1 ടേബിൾ സ്പൂൺ മിശ്രിതം നിറച്ച് കോണ് അടച്ചെടുക്കാവുന്നതാണ്. അടയ്ക്കാനായിട്ട് നമുക്ക് മൈദലായനി ഉപയോഗിക്കാവുന്നതാണ്. നന്നായി തന്നെ അടച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ ധാരാളമാണ്. ഇങ്ങനെ ഓരോ കോണിലും കൂട്ടിട്ട് നന്നായി അടച്ചെടുക്കുക. ഏത് തരം പച്ചക്കറിയും ഇതിലേക്കായി ഉപയോഗിക്കാവുന്നതാണ്. ക്യാപ്സിക്കം, കോളിഫ്ലവർ നന്നായി വെന്തുടയണമെന്ന് മാത്രം. അതിനുശേഷം എണ്ണ ചൂടായാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കിട്ടുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയ സമോസ വളരെയധികം ടേസ്റ്റിയാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കുക. തണുത്താൽ ടേസ്റ്റ് മാറുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കേ.